ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് നൂർജഹാൻ. ഇന്ന് നമ്മൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ ബേസിക് സയൻസിൽ സ്റ്റാൻഡേർഡ് 8 ചാപ്റ്റർ 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ലൈഫ്സ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേംബർ. ഇത് 2 പാർട്ടായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് വരുന്നത് മൈക്രോസ്കോപ്പിയാണ്. മൈക്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്പ് ടു മാഗ്നിഫൈ ആൻഡ് എക്സാമിൻ മൈന്യൂട്ട് ഒബ്ജക്ട്സ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു അൺഎയ്ഡഡ് ഐ. അതായത് നമ്മുടെ അൺഎയ്ഡഡ് ആയിട്ടുള്ള ഐന് കാണാൻ പറ്റാത്ത അത്ര ചെറിയതായിട്ടുള്ള അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഇമേജസ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഫീൽഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെക്നിക്കൽ ഫീൽഡ് ഓഫ് യൂസിങ് മൈക്രോസ്കോപ്പാണ് എന്ത്? മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഇമേജിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്തിട്ട് എക്സാമിൻ ചെയ്യുന്നു ത്രൂ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ദേ ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് മാഗ്നിഫൈഡും അതുപോലെ തന്നെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഇമേജസ് ഓഫ് വെരി മൈന്യൂട്ട് ഒബ്ജക്ട്സ്, അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള ഇമേജസ് അല്ലെങ്കിൽ മാഗ്നിഫൈഡ് ആയിട്ടുള്ള വിഷ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിനാണ് എന്ത് പറയുന്നത്? മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. മാഗ്നിഫൈഡ് എന്താ? മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അത്രയും മൈന്യൂട്ട് ഒബ്ജക്ട്സ് ദാറ്റ് ആർ നോട്ട് വിസിബിൾ ടു അൺഎയ്ഡഡ് ഐ. അപ്പോൾ അത്തരത്തിലുള്ള മൈന്യൂട്ട് ഒബ്ജക്ട്സിനെ എൻലാർജ് ചെയ്ത് കാണിക്കുക, ഓക്കെ, വലുതാക്കി കാണിക്കുക. അതാണ് മാഗ്നിഫൈഡ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ദേ നോട്ട് ഓൺലി പ്രൊവൈഡ് മാഗ്നിഫൈഡ് ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ബട്ട് ഓൾസോ ഗീവ് ഇൻക്രീസ്ഡ് റെസൊല്യൂഷൻ. ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവർ മാഗ്നിഫൈ ചെയ്യുന്നു. നമ്മൾ നോക്കുന്ന മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്ട്സിനെ മാഗ്നിഫൈ ചെയ്യുന്നു, അതായത് എൻലാർജ് ചെയ്ത് കാണിക്കുന്നു. എൻലാർജ് ചെയ്യൽ മാത്രമല്ല, അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ്ഡ് റെസൊല്യൂഷൻ കൂടെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഹൈ ക്ലാരിറ്റി. അത്രയും ക്ലാരിറ്റിയുള്ള ഇമേജാണ് അവർ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്ത് തരുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ അതിൽ വരുന്ന ഒരു ടൈപ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് മൈക്രോസ്കോപ്പാണ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ? ലൈറ്റിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് എന്തിനാണ് മൈക്രോസ്കോപ്പ്? നമ്മൾ എന്താണോ സ്പെസിമെൻ, ആ സ്പെസിമെനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെസിമെനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഏജൻറ്റ് ഉണ്ടായിരിക്കും. അത് ലൈറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? ലൈറ്റ് മൈക്രോസ്കോപ്പ്. അപ്പോൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ തന്നെ ഒരു ടൈപ്പായിട്ടുള്ള ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് ഉണ്ട്. ആ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് 2 ടൈപ്പിലുണ്ട്. ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പ് ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ആ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് പഠിക്കുന്നത് ഇവിടെ. ഓക്കെ, ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടു ഒബ്റ്റെയിൻ ബോത്ത് മാഗ്നിഫിക്കേഷൻ ആൻഡ് റെസൊല്യൂഷൻ. അതായത് നമ്മൾക്ക് മാഗ്നിഫിക്കേഷൻ ചെയ്തിട്ടുള്ള ഒരു ഇമേജും ആയിരിക്കും, അതേപോലെ റെസൊല്യൂഷൻ തരുന്ന ഒരു ഇമേജും ആയിരിക്കും. നല്ല എൻലാർജ്ഡ് ക്ലാരിറ്റി ഉള്ള ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരത്തിലാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത് എന്തിനാണ്? വിസിബിൾ ലൈറ്റിനാണ് യൂസ് ചെയ്യുന്നത് ആസ് ദി സോഴ്സ് ഓഫ് ഇലൂമിനേഷൻ. നമ്മൾ പറഞ്ഞു ആ സ്പെസിമെനെ ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഒരു ഇലൂമിനേറ്റിംഗ് ഏജൻറ്റ് ഉണ്ടായിരിക്കും. ആ ഏജൻ്റായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ആരാണ്? ലൈറ്റ്. ഓക്കെ, ഇതൊരു ലൈറ്റ് മൈക്രോസ്കോപ്പാണ്. ഇവിടെ ഹൈലി മാഗ്നിഫൈഡ് ആയിട്ടുള്ള അതുപോലെ ഹൈ റെസൊല്യൂഷൻ ഉള്ള ഇമേജ് ആയിരിക്കും ഇവിടെ നമുക്ക് വിസിബിൾ ആവുന്നത്. ഓക്കെ, ദെൻ മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്ഡ്. അതായത് ഒന്നിൽ കൂടുതൽ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അതായത് മൈക്രോസ്കോപ്പ് ഇൻ വിച്ച് മോർ ദാൻ 1 ലെൻസ് ഈസ് യൂസ്ഡ്. ഇനി നമുക്ക് ഇതാണ് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇതാണ്. ഓക്കെ, നമുക്കിതൊന്ന് നോക്കാം. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് എന്തുണ്ട്? ഒരു ബേസ് ഉണ്ട്. ഈ ബേസാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹോൾ മൈക്രോസ്കോപ്പിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത് ഈ ബേസാണ്. പിന്നെ ഒരു പ്ലാനോ കോൺകേവ് മിറർ കാണാം. ഇതാ
കണ്ടില്ലേ? ഇതിനൊരു പ്ലെയിൻ സൈഡും ഉണ്ട്, ഒരു കോൺകേവ് ആയിട്ടുള്ള ഒരു സൈഡും ഉള്ള ഒരു മിററാണിത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റിനെ എന്ത് ചെയ്യുന്നു, ഈ കണ്ടൻസർ ലെൻസിലോട്ട് എത്തിക്കുന്ന ആൾക്കാരാണ് എന്ത്, ഈ പ്ലാനോ കോൺകേവ് മിറർ. ഇതാണ് കണ്ടൻസർ ലെൻസ്. കണ്ടില്ലേ കണ്ടൻസർ ലെൻസ്? ഈ കണ്ടൻസർ ലെൻസിൻ്റെ തൊട്ട് താഴായിട്ട് ഐറിസ് ഡയഫ്രവും ഉണ്ട്. ഐറിസ് ഡയഫ്രവും കാണാം. ഈ ഐറിസ് ഡയഫ്രമാണ് എന്ത് ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് പാസേജ് ഓഫ് ലൈറ്റ് ടു ദി ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞു. അതായത് ഒബ്ജക്റ്റീവ് ലെൻസിലോട്ടുള്ള ലൈറ്റിൻ്റെ പാസേജിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളതാണ് ഐറിസ് ഡയഫ്രത്തിൻ്റെ ഫങ്ഷൻ. ഇതാണ് ഐറിസ് ഡയഫ്രം. അതിന് മുകളിലായിട്ട് ഈ കണ്ടൻസർ ലെൻസ് ഉണ്ട്. ഈ കണ്ടൻസർ ലെൻസിലോട്ട് ലൈറ്റിനെ എത്തിക്കുന്നത് ആരാണ്, പ്ലാനോ കോൺകേവ് ആയിട്ടുള്ള മിററാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കണ്ടൻസർ ലെൻസ് ഈ വരുന്ന ലൈറ്റിനെ കളക്ട് ചെയ്തിട്ട് ഫോക്കസ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഈ സ്റ്റേജിലിരിക്കുന്ന സ്പെസിമെനിലോട്ട്. സ്റ്റേജിലാണ് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെൻ ഇരിക്കുന്നത്. എവിടെയാണ്, സ്റ്റേജിൽ. ആ സ്പെസിമെനെ അവിടെ ഫേംലി അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മെറ്റാലിക് ക്ലിപ്പ് ഉണ്ടായിരിക്കും. ദെൻ ഈ സ്പെസിമെനിലോട്ട് അപ്പോൾ എന്തെത്തി, ലൈറ്റ് എത്തി. ഏതുവഴി, പ്ലാനോ കോൺകേവ് മിററിന് കണ്ടൻസർ ലെൻസിൽ നിന്ന് എങ്ങോട്ടെത്തി, കണ്ടൻസർ ലെൻസാണ് ലൈറ്റിനെ കളക്ട് ചെയ്തിട്ട് ഫോക്കസ്ഡ് ഓൺ ടു സ്പെസിമെൻ ടു ഇലിമിനേറ്റ് ദി സ്പെസിമെൻ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്. സ്പെസിമെൻ, ഒബ്ജക്റ്റ് ഇതൊക്കെ സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു, ഇലൂമിനേറ്റഡ്. അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് ലെൻസാണ് ഇതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത്. ഇവരാണ് എന്ത് ചെയ്യുന്നത്, ഇനീഷ്യൽ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റിനെ ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ഫോം ചെയ്തത് പ്രൈമറി അല്ലെങ്കിൽ ഇനീഷ്യൽ ഇമേജ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ്. അതിൻ്റെ ഫെർദർ മാഗ്നിഫിക്കേഷൻ ചെയ്തിട്ട് സെക്കൻഡറി ഇമേജ് ഫോം ചെയ്യുന്ന ആൾക്കാരാണ് ഐ പീസ് അല്ലെങ്കിൽ ഒക്യുലാർ ലെൻസ് എന്ന് പറയുന്നത്. ഈ ഐ പീസിനോട് ചേർന്നിട്ടാണ് നമ്മുടെ വ്യൂവേഴ്സ് ഐ ഇരിക്കുന്നത് നമ്മൾ നോക്കുന്നത്. ദെൻ കോഴ്സ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതിനൊരു അപ്രോക്സിമേറ്റ് ഫോക്കസിങ് ഓഫ് ദി മൈക്രോസ്കോപ്പ് ചെയ്യുന്നത് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടും ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് വഴി എക്സാക്റ്റ് ഫോക്കസിങ് ഓഫ് മൈക്രോസ്കോപ്പ് നമുക്ക് ചെയ്യാം. ആം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ് ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഒരു പില്ലർ ഉണ്ട്, ഇതൊരു വേർട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോർഷനാണ്. പിന്നെ ഒരു ഇൻക്ലിനേഷൻ ജോയിൻറ്റും ഉണ്ട്. അപ്പോൾ മൈക്രോസ്കോപ്പ് മനസ്സിലായി. അതായത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ലൈറ്റ് എന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നും ലൈറ്റിനെ കളക്ട് ചെയ്ത് കണ്ടൻസർ ലെൻസിലോട്ട് എത്തിക്കുന്നു. കണ്ടൻസർ ലെൻസ് എന്ത് ചെയ്യുന്നു, അതിനെ കളക്ട് ചെയ്തതിന് ശേഷം ഫോക്കസ്ഡ് ഓൺ ടു സ്പെസിമെൻ. ദ സ്പെസിമെൻ എവിടെയാ, സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. സ്പെസിമെൻ ഗെറ്റ് ഇലൂമിനേറ്റഡ്. ഒബ്ജക്റ്റീവ് ലെൻസാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പ്രൈമറി ഇമേജ് ഫോം ചെയ്യുന്നത്. ആ പ്രൈമറി ഇമേജിനെ ഫെർദർ മാഗ്നിഫിക്കേഷൻ നടത്തിയിട്ട് സെക്കൻഡറി ഇമേജ് ഫോം ചെയ്യുന്നത് ആരാണ്, ഐ പീസ് അഥവാ ഒക്യുലാർ ലെൻസ്. ഓക്കെ, ഇനി അറേഞ്ച്മെൻറ്റ് ഓഫ് ലൈറ്റ് ഇൻ എ മൈക്രോസ്കോപ്പ്. ഒരു മൈക്രോസ്കോപ്പിൽ ലൈറ്റിനെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. In the microscope, the part fixed below the stage is to reflect the light on the material to be observed. അതായത് മൈക്രോസ്കോപ്പിൽ സ്റ്റേജിന് താഴെയായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള ഈ പാർട്ടുകൾ ഉണ്ടല്ലോ, അതായത് കണ്ടൻസർ ലെൻസ് ആയിക്കോട്ടെ, പ്ലാനോ കോൺകേവ് മിറർ ആയിക്കോട്ടെ, ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ലൈറ്റിനെ ഈ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് എവിടെ ഇരിക്കുന്ന സ്റ്റേജിൽ, ആ സ്റ്റേജിലിരിക്കുന്ന മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡിലോട്ട് ലൈറ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പാർട്സ് ബിലോ ദി സ്റ്റേജ് എന്ത് ചെയ്തിട്ടുള്ളത്, ഫിക്സ് ചെയ്തിട്ടുള്ളത്. ദെൻ അതിൽ ദിസ് അറേഞ്ച്മെൻറ്റ് വിച്ച് ഈസ് ഫിക്സ്ഡ് ഇൻ എ മെറ്റൽ റിംഗ് ഹാസ് ടു പ്ലെയിൻസ്. അതായതായിരിക്കും പ്ലാനോ കോൺകേവ് മിറർ. ഏതൊക്കെയാണ് അതിൻ്റെ രണ്ട് പ്ലെയിൻസ്? ഒരു പ്ലെയിൻ മിറർ ഉണ്ട് ടു റിഫ്ലക്റ്റ് സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ മിറർ ഉണ്ട് അതിന്. ആൻഡ് എ കോൺകേവ് മിറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റിഫ്ലക്റ്റ് ദി ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലൈറ്റ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു കോൺകേവ് മിററും സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ മിററും ഉണ്ട് പ്ലാനോ കോൺകേവ് മിററിന്. അതുപോലെ ദ ലെൻസ് ഇൻ ദ കണ്ടൻസർ ദാറ്റ് ഈസ് ഫിക്സഡ് ഓൺ ദി ലോവർ സൈഡ് ഓഫ് ദി സ്റ്റേജ് ഫോക്കസ് ദി ലൈറ്റ് ടു ദി മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. അതേപോലെ ഞാൻ പറഞ്ഞു, ഇവരെന്ത് ചെയ്യുന്നു, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റിനെ കണ്ടൻസർ ലെൻസിലോട്ട് എത്തിക്കുമ്പോൾ ഈ കണ്ടൻസർ ലെൻസാണ് എന്ത് ചെയ്യുന്നത്, ആ ലൈറ്റിനെയൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റേജിലിരിക്കുന്ന സ്പെസിമെനിലോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതന്നെ പറഞ്ഞത്, മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡിലോട്ട് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുന്നത് ആരാണ്, കണ്ടൻസർ ലെൻസ്. പിന്നെ ഒരു ഡയഫ്രം ഉണ്ട്, എ പാർട്ട് ഓഫ് ദി കണ്ടൻസർ ലെൻസാ. ഞാൻ പറഞ്ഞു ഇവിടെ എന്തുണ്ട്, ഒരു ഐറിസ് ഡയഫ്രം ഉണ്ട്. ഈ ഐറിസ് ഡയഫ്രം ആണ് എന്ത് ചെയ്യുന്നത്,
റെഗുലേറ്റ് ചെയ്യുന്നു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. ആ വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്തിൻ്റെ ഫങ്ഷൻ? ഐറിസ് ഡയഫ്രത്തിൻ്റെ ഫങ്ഷൻ. നെക്സ്റ്റ് വരുന്നതാണ് മാഗ്നിഫിക്കേഷൻ പവർ. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ഒബ്ജക്റ്റീവ് ലെൻസസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് കാണാം 10x 45x എന്നൊക്കെ. അതായത് ഈ ഒബ്ജക്റ്റീവ് ലെൻസിലാണ് പറയുന്നത്. അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കാണാം മൈക്രോസ്കോപ്പിൽ 10x 45x എന്നൊക്കെ. സച്ച് മാർക്കിംഗ് ക്യാൻ ബി സീൻ ഇൻ IPS 2. IPSലും നമുക്കതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കാണാൻ പറ്റും മാഗ്നിഫിക്കേഷൻ പവർ. Then the magnification power of a microscope is the result of multiplying the number seen in the objective lens and the eyepiece. അതായത് എത്ര മടങ്ങ് നമുക്ക് എൻലാർജ് ചെയ്തിട്ട് ആ പിക്ചർ, ആ ഇമേജിനെ കാണാൻ പറ്റും എന്നുള്ളതാണ് മാഗ്നിഫിക്കേഷൻ പവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു മാഗ്നിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ആ മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്റ്റിനെ അത്രയും എൻലാർജ് ചെയ്തിട്ട് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റണം. അപ്പോൾ എത്ര മടങ്ങ് നമുക്ക് എൻലാർജ് ചെയ്യാൻ പറ്റും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ ഇമേജിനെ എൻലാർജ് ചെയ്യുക, മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നിഫിക്കേഷൻ പവർ യൂസ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിൻ്റെ. മൈക്രോസ്കോപ്പിന് മാഗ്നിഫിക്കേഷൻ പവർ ഉണ്ടാകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എത്രത്തോളം മാഗ്നിഫിക്കേഷൻ പവർ ഉണ്ട്, എത്രത്തോളം റെസൊല്യൂഷൻ ഉണ്ട്, അത് അത്രയും നല്ല മൈക്രോസ്കോപ്പ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ എ മിറർ ഫിക്സഡ് ഇൻ എ മൈക്രോസ്കോപ്പ്? എന്തിനാണ് മൈക്രോസ്കോപ്പിൽ ഒരു മിറർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കുക? നമ്മൾ പറഞ്ഞു പ്ലാനോ കോൺകേവ് ആയിട്ടുള്ള മിറർ ഉണ്ടല്ലോ, അതെന്തിനാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? എന്തിനാ? എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നും ലൈറ്റിന് എന്ത് ചെയ്യണം? മെറ്റീരിയലിലോട്ട് എത്തിക്കണം. അതായത് ടു റിഫ്ലക്റ്റ് ലൈറ്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് ഓൺ ടു ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിലോട്ട് ലൈറ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് മിറർ ഫിക്സ് ചെയ്തിട്ടുള്ളത് മൈക്രോസ്കോപ്പിലോട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി വൈ ടു വി യൂസ് എ സ്ലൈഡ് മെയ്ഡ് ഓഫ് ഗ്ലാസ് ടു പ്ലേസ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്? നമ്മൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്റ്റേജിൽ നമ്മൾ ഇവിടെ സ്റ്റേജിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്ലാസ് സ്ലൈഡ് വെച്ചിട്ടുണ്ടായിരിക്കും. ഈ സ്റ്റേജിൽ നമ്മൾ ഗ്ലാസിൻ്റെ സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ സ്ലൈഡിലാണ്. ആ സ്ലൈഡ് എന്തിനാണ്? നമ്മൾ ഗ്ലാസ് കൊണ്ട് മേക്ക് ചെയ്ത സ്ലൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലാസിൻ്റെ മുകളിലാണ് നമ്മൾ സ്പെസിമെൻ ഇരിക്കുന്നത്. ആ സ്ലൈഡിൻ്റെ മുകളിലാണ് എന്ത്? സ്പെസിമെൻ ഇരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യണം? ആ ഗ്ലാസ്സിലൂടെ പാസ് ചെയ്തിട്ട് വേണം സ്പെസിമെനിലോട്ട് തട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. The slide are made up of glass because കാരണം എന്താ? Glasses are transparent which means that they allow the light to pass through them. അതായത് ലൈറ്റ് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. ലൈറ്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലാസ് കൊണ്ട് തന്നെ നമ്മൾ സ്ലൈഡിനെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ സ്ലൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെസിമെൻ വെച്ചിട്ടുള്ളത്. ആ സ്പെസിമെനെയാണ് നമ്മൾക്ക് ഒബ്സർവ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനാണ് നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ട്, ലൈറ്റ് കടന്നു പോകണം അതിന് വേണ്ടിയിട്ട്. ഇനി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് സെൽ ബയോളജി ഈസ് ദ റിസൾട്ട് ഓഫ് ഗ്രോത്ത് ഇൻ ദ ഫീൽഡ് ഓഫ് റിസർച്ച് ഓഫ് മൈക്രോസ്കോപ്പാണ്. അതായത് മൈക്രോസ്കോപ്പിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഗ്രോത്ത് അനുസരിച്ചിട്ടാണ് എന്താണ് സെൽ ബയോളജിയുടെ ഡെവലപ്മെൻറ്റ് നടന്നിട്ടുള്ളത്. അതായത് സെല്ലിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും റിസർച്ച് മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് നടന്നിട്ടുള്ളത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ ഒരു 2000 ടൈംസ് ഒക്കെ ഉള്ളൂ എന്ത് ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ് ഇൻസ്റ്റെഡ് ഓഫ് ലൈറ്റ് സോഴ്സ്. With the emergence of this electron microscope which magnify the object million times, clearly we got through understanding of microscopic cell organelles. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റ് മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ലൈറ്റാണ് ഇലൂമിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത് ഇലൂമിനേഷന് വേണ്ടിയിട്ട് സ്പെസിമെനെ ഇലൂമിനേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് ലെങ്ത് ആണ് അവർക്കുള്ളത്.
അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അത്രയും മാഗ്നിഫിക്കേഷൻ പവറും അതുപോലെ അത്രയും റെസൊല്യൂഷനും കാണിക്കുന്ന ഒരു മൈക്രോസ്കോപ്പാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ 2000 ടൈംസാണ് മാഗ്നിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 2 മില്യൺ ടൈംസാണ് മാഗ്നിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോസ്കോപ്പിൻ്റെ കണ്ടുപിടുത്തത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ദ ഹിസ്റ്ററി ഓഫ് ദ മൈക്രോസ്കോപ്പ് ഈസ് ദ ബെസ്റ്റ് എവിഡൻസ് ഷോയിങ് ഹൗ സയൻസ് ഇനേബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി ആൻഡ് ഹൗ ടെക്നോളജി ഇനേബിൾ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ്. അതായത് മൈക്രോസ്കോപ്പിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുവഴി എന്തുണ്ടായിട്ടുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി രണ്ടും ഉണ്ട്. ടെക്നോളജി എന്ത് ചെയ്തിട്ടുണ്ട്, സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിനെയും സയൻസ് എന്ന് പറയുന്നത് ടെക്നോളജി ഡെവലപ്മെൻറ്റിനെയും രണ്ടിനെയും പരസ്പരം എന്ത് ചെയ്തിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ കണക്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ഒരു സ്പെസിമെനെ നമുക്ക് എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. അല്ലെങ്കിൽ വെരി മൈന്യൂട്ടായിട്ടുള്ള ഒബ്ജക്ട്സ് വിച്ച് ആർ അനേബിൾ ടു സീ ബൈ അൺഎയ്ഡഡ് ഐ, അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്പെസിമെനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഒബ്സർവേഷൻ മെറ്റീരിയൽ. ഫസ്റ്റ് സ്റ്റേജ് 1. സ്റ്റേജ് 1 ചെയ്യുന്നത് പുട്ട് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് ദ വാട്ടർ ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. നമ്മൾ ആദ്യം ഒരു മെറ്റീരിയൽ എടുത്തു, എന്നിട്ട് ഒരു പെട്രി ഡിഷിൽ വെള്ളമുള്ള പെട്രി ഡിഷിലോട്ട് നമ്മൾ ആ മെറ്റീരിയലിനെ ഡിപ്പ് ചെയ്യുന്നു. കാരണം എന്ത് ചെയ്യരുത്, നമ്മുടെ മെറ്റീരിയലിൽ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം, അതായത് വെള്ളമില്ലാത്ത അവസ്ഥ നമ്മുടെ മെറ്റീരിയലിൽ വരരുത്. അപ്പോൾ വെള്ളമുള്ള ഒരു പെട്രി ഡിഷിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾക്ക് ഒബ്സർവ് ചെയ്യേണ്ട മെറ്റീരിയൽ ഏതാണോ അതിനെടുത്ത് ഇട്ടുവെച്ചു. ഇനി സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽ ടു ബി ഒബ്സർവ്ഡ്. നമ്മൾക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ആ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ ഒരു നൈഫ് അല്ലെങ്കിൽ ഒരു ബ്ലേഡൊക്കെ യൂസ് ചെയ്തിട്ട് തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ക്രോസ് സെക്ഷൻസ് അത് തിന്നായിരിക്കണം, നിർബന്ധമാണ്. മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഇമേജ് വിഷ്വലൈസ് ചെയ്യുള്ളൂ. അപ്പോൾ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസ് നമ്മളിങ്ങനെ എടുത്തു, അതാണ് ഈ കാണിക്കുന്നത്. ദെൻ സ്റ്റേജ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യുക സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. ദെൻ നമ്മളൊരു വാച്ച് ഗ്ലാസ് എടുത്തു, അതിൽ വെള്ളമുണ്ട്, നോർമൽ വാട്ടർ ഉണ്ട്. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസിന് നമ്മൾ ഇട്ട് വെച്ചു. കട്ട് ചെയ്തെടുത്ത തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസിനെ ഇട്ട് വെച്ചു ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട്. സ്റ്റേജ് 4 എന്ന് പറഞ്ഞാൽ പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിൻ. അതിനുശേഷം ഇത് നമ്മൾ ഇട്ട് വെച്ചതാണ്, നമ്മൾ ഒന്നല്ല ഒരുപാട് തിൻ സെക്ഷൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ കാണുന്നത്, ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതൊരു വാച്ച് ഗ്ലാസ്സിൽ കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ഒരു വാച്ച് ഗ്ലാസ്സിൽ സ്റ്റെയിൻ ആക്കിയിട്ട് വെച്ചു. വാച്ച് ഗ്ലാസ്സിൽ എന്താണുള്ളത്, സ്റ്റെയിൻ ആണുള്ളത്, സ്റ്റെയിൻ. അപ്പോൾ സ്റ്റെയിൻ ആക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും തിന്നായിട്ട് തോന്നുന്നത്, കംപ്ലീറ്റ് ആയിരിക്കണം സെക്ഷൻ, മുറിഞ്ഞു പോയതൊന്നും പറ്റില്ല, ഏറ്റവും തിന്നായിട്ട് തോന്നുന്ന കംപ്ലീറ്റ് സെക്ഷൻസ് ഉണ്ടാവും. ക്രോസ് സെക്ഷൻ തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം, മുറിഞ്ഞു പോയതൊക്കെ ആകുമ്പോൾ നമുക്ക് ഇമേജ് നേരെ വിഷ്വലൈസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും തിന്നായിട്ടുള്ള എന്ത് ചെയ്യുക, ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് സ്റ്റെയിനുള്ള ഈ വാച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ലൈഡ് എടുക്കും, ഗ്ലാസിൻ്റെ സ്ലൈഡ്. ഈ സ്ലൈഡിലാണ് നമ്മൾ സ്പെസിമെനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ലൈഡ് എടുത്തു, നന്നായിട്ട് സ്ലൈഡൊക്കെ തറവിൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദി സ്ലൈഡ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദി മെറ്റീരിയൽ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്ലൈഡിലോട്ട് ഒരു 1 or 2 drops ഓഫ് ഗ്ലിസറിൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതാണ് ഗ്ലിസറിൻ ആണ് ഈ കാണുന്നത്. അതെന്തിനാണ്, നമ്മൾ മെറ്റീരിയൽ ഇതിലാണ് വെക്കുന്നത്, മെറ്റീരിയലിന് എന്ത് ചെയ്യരുത്, ഡീഹൈഡ്രേഷൻ ഒന്നും വരരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം സ്റ്റേജ് 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻ ഇൻ എ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റെയിൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇതിൽ നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ അതിനൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഓവർ സ്റ്റെയിന് അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള സ്റ്റെയിനൊക്കെ അതിന് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ മിതമായിട്ടുള്ള സ്റ്റെയിൻ മാത്രമേ പിന്നെ ആ സെക്ഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊന്ന് വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഈ ഗ്ലിസറിന് വെച്ചിട്ടുള്ള ഈ സ്ലൈഡിലോട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിനെ വെച്ചുകൊടുത്തു. ദെൻ സ്റ്റേജ് 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ വെച്ചുകൊടുത്തു.
പ്ലേസ് ചെയ്യുക ഒരു കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽ യൂസിങ് എ നീഡിൽ ഇൻ such a way that the air bubbles do not pass. അത് നമ്മളൊരു നീഡിലെടുക്കുക. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, കവർ ഗ്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു കവർ സ്ലിപ്പ് ഉണ്ട്. കവർ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അതിൽ ഗ്ലിസറിൻ ഉണ്ട്, നമ്മുടെ മെറ്റീരിയൽ ഉണ്ട്, സ്റ്റെയിൻ മെറ്റീരിയൽ ഉണ്ട്. അപ്പോൾ എന്തിനാ നമ്മൾ കവർ സ്ലിപ്പ് വെക്കുമ്പോൾ നമ്മൾ എന്തിനാ കവർ ഗ്ലാസ് വെക്കുമ്പോൾ നീഡിലൊക്കെ യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിൽ അത് കവർ ചെയ്യാനാണ്. അല്ലെങ്കിൽ അതിൽ എയർ ബബിൾസൊക്കെ വരും. അപ്പോൾ ആ എയർ ബബിൾസൊക്കെ നമുക്ക് നന്നായിട്ട് കാണും മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എയർ ബബിളൊന്നും വരാത്ത രീതിയിൽ കെയർഫുള്ളായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കവർ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് ആ മെറ്റീരിയലിനെ കവർ ചെയ്യാം. ദെൻ വൈപ്പ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൻ്റെ കവർ ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനൊക്കെ നാല് പുറത്തോട്ട് വന്നിട്ടുണ്ടാവും, കവർ സ്ലിപ്പിൻ്റെ പുറത്തോട്ട് വന്നിട്ടുണ്ടാവും എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനൊക്കെ ആ കവർ സ്ലിപ്പിൻ്റെ പുറത്തുനിന്ന് വൈപ്പ് ചെയ്ത് എടുക്കുക. ഓക്കെ, ആദ്യം എന്ത് ചെയ്തു, ഒരു മെറ്റീരിയൽ എടുത്തു, അതിനുശേഷം അതിൻ്റെ തിന്നായിട്ടുള്ള ക്രോസ് സെക്ഷൻസ് എടുത്തു, അതിനുശേഷം ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള സെക്ഷൻ നോക്കി നമ്മൾ സ്റ്റെയിൻ ചെയ്തിട്ടുള്ള വാച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ടു, സ്റ്റെയിനുള്ള വാച്ച് ഗ്ലാസ്സിലോട്ട് ഇട്ടു. അതിൽ എന്നിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിൽ ഗ്ലിസറിൻ എന്ത് ചെയ്തു, ഡ്രോപ്പ് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സ്റ്റെയിൻ മെറ്റീരിയലിനെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗ്ലിസറിനിലോട്ട് വെച്ചു. ദെൻ നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ടാട്ടോ വെക്കുന്നത്. എന്നിട്ട് നമ്മളൊരു കവർ സ്ലിപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ കവർ ചെയ്യുന്നു. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഗ്ലിസറിനൊക്കെ വൈപ്പ് ചെയ്ത് കളയുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോസ്കോപ്പിലൂടെ ഇത് ഒബ്സർവ് ചെയ്യുന്നു. ഓക്കെ, അടുത്തതാണ് ഡിസ്കവറിങ് ഓഫ് സെൽ. Robert Hooke was the first scientist who observed the cell with the help of simple microscope. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് 2 ടൈപ്പ് ഉണ്ട്, സിമ്പിൾ ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ റോബർട്ട് ഹുക്ക് എന്ത് ചെയ്തു, സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു, സെല്ലിനെ ഡിസ്കവർ ചെയ്തത് ആരാണ്, റോബർട്ട് ഹുക്കാണ് ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹൂ ഒബ്സർവ്ഡ് സെല്ലിനെ ഒബ്സർവ് ചെയ്തത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഹി ഒബ്സർവ് ദ സെക്ഷൻ ഓഫ് കോർക്ക്, അതായത് കോക്കിൻ്റെ സെക്ഷനാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത് ത്രൂ മൈക്രോസ്കോപ്പിലൂടെ അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. ആൻഡ് കോൾഡ്, എന്നിട്ട് അദ്ദേഹം അതിനെ വിളിച്ചു ദ ടൈനി ചേംബേഴ്സ് സീൻ ഇൻ ദ സെക്ഷൻ. ആ സെക്ഷനിൽ കണ്ടിട്ടുള്ള ആ ടൈനി ചേംബേഴ്സിനെ അദ്ദേഹം വിളിച്ചത് സെൽ എന്നാണ്. എന്താ വിളിച്ചത്, സെൽ. അപ്പോൾ റോബർട്ട് ഹുക്കാണ് ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ഹൂ ഒബ്സർവ്ഡ് സെൽ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സെൽ ബയോളജിയുടെ ഹിസ്റ്ററിയിലെ മൈൽ സ്റ്റോൺസ് ആണ്. മൈൽ സ്റ്റോൺസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി. അതായത് 1831 റോബർട്ട് ബ്രൗൺ എന്ത് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്, സെൻറ്റർ ഓഫ് ദി സെൽ എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ആണെന്ന് അദ്ദേഹം ഡിസ്കവർ ചെയ്തു. അതിന് നെയിം ചെയ്തു ന്യൂക്ലിയസ് എന്ന്. സെൻറ്റർ ഓഫ് ദി സെൽ നെയിംഡ് ഇറ്റ് ആസ് ദി ന്യൂക്ലിയസ്. ഓക്കെ, അതിനുശേഷം 1838 MG Schleiden ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് എ പ്ലാന്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. അതായത് ഒരു പ്ലാന്റിൻ്റെ ബോഡി എന്ന് പറയുന്നത് മേക്ക് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്, സെൽസ് കൊണ്ടാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. അതിനുശേഷം 1839 തിയോഡർ ഷ്വാൻ ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ബോഡി ഓഫ് ആൻ ആനിമൽ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. അതായത് 1838 ഷ്ലൈഡൻ പറഞ്ഞു ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലാണ്. അതിന് തൊട്ട് പിന്നാലെ 1839 ഷ്വാൻ എന്ത് കണ്ടുപിടിച്ചു, പ്ലാന്റ് മാത്രമല്ല ആനിമലും എന്താണ്, മെയ്ഡ് അപ്പ് ഓഫ് സെൽസ് തന്നെയാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. ദെൻ 1858 റുഡോൾഫ് വിർച്ചോവ് ഒബ്സർവ് ചെയ്തത് ഡിവൈഡിങ് സെൽസും അതുപോലെ തന്നെ ന്യൂ സെൽസൊക്കെ അറൈസ് ചെയ്യുന്നത് ഓൺലി ഫ്രം എക്സിസ്റ്റിംഗ് സെൽ. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സെല്ലിൽ നിന്ന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിവൈഡിങ് സെല്ലാണെങ്കിലും ന്യൂ സെൽസും ഒക്കെ അറൈസ് ചെയ്യുന്നത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെൽസ് തന്നെയാണ്. ഇതാണ് മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് സെൽ തിയറി. സെൽ തിയറിയിൽ പറയുന്നത്, സെൽ തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് MG ഷ്ലൈഡനും തിയോഡർ ഷ്വാനുമാണ് ബൈ സമ്മറൈസിങ് ദ ഫൈൻഡിങ്സ് ഓഫ് വേരിയസ് സയൻറ്റിസ്റ്റ്. അതായത് ഒരുപാട് സയൻറ്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ഷ്ലൈഡനും ഷ്വാനും കൂടി എന്ത് ചെയ്തു, സെൽ തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു തിയറി എന്ത് ചെയ്തു, ഫോർമുലേറ്റ് ചെയ്തു. അതിന് 2 മെയിൻ കോൺസെപ്റ്റാണ് അവർ മുൻപോട്ട് വെച്ചത്. എന്തൊക്കെയാണത്, ദ ബോഡി ഓഫ് ഓൾ ഓർഗാനിസംസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽ. എല്ലാ ഓർഗാനിസത്തിൻ്റെയും, പ്ലാന്റ്സ് ആണെങ്കിലും അനിമൽസ് ആണെങ്കിലും അങ്ങനെ എല്ലാ ഓർഗാനിസത്തിൻ്റെയും ബോഡി എന്ന് പറയുന്നത് സെൽസ് കൊണ്ട് മെയ്ഡപ്പ് ചെയ്തിട്ടുള്ളതാണ്, സെൽസ് കൊണ്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അതുപോലെ
തന്നെ രണ്ടാമത്തേത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഓർഗാനിസംസ്. ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സെൽ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എല്ലാ ഓർഗാനിസും മെയ്ഡപ്പ് ഓഫ് സെല്ലാണ്. അതുപോലെ ഓൾ ദ ഓർഗാനിസംസ് ആർ മെയ്ഡപ്പ് ഓഫ് സെൽ. ദെൻ സെൽസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഗാനിസത്തിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സെൽ എന്ന് വിളിക്കുന്നത്. ഇതാണ് ഷ്ലൈഡനും ഷ്വാനും കൂടി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള സെൽ തിയറി. ഇനി നമുക്ക് ആ സെല്ലിൻ്റെ ഫങ്ഷൻസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ സെൽ എന്ത് ചെയ്യുന്നു? റെസിസ്റ്റ് ദി ഫോറിൻ പാർട്ടിക്കിൾ. അതായത് നമ്മുടെ ബോഡിയിൽ, അനിമൽസിൻ്റെ ബോഡിയിൽ, പ്ലാന്റ്സിൻ്റെ ബോഡിയിലൊക്കെ എന്തുണ്ട്? സെല്ലുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ആ പാർട്ടിക്കിളിൻ്റെ എൻട്രി എന്ത് ചെയ്യുന്നു? അവരവിടെ റെസിസ്റ്റ് ചെയ്യുന്നു, പ്രിവെൻറ്റ് ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് സിന്തസിസ് ഓഫ് ബയോമോളിക്യൂൾ. ഓർഗാനിസത്തിൻ്റെ ബോഡിക്ക് എന്ത് ആവശ്യമായിട്ടുണ്ട്? ബയോമോളിക്യൂൾസ് ആവശ്യമാണ്. അപ്പോൾ അതിനെ സിന്തസൈസ് ചെയ്യുന്നത് ആരാണ്? ഈ സെല്ലാണ്. അടുത്തത് ദേ റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? എനർജി റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫ്രം ന്യൂട്രിയൻസ്. ഓക്കെ. റെസിസ്റ്റ് ഫോറിൻ പാർട്ടിക്കിൾസ്, സിന്തസൈസ് ബയോമോളിക്യൂൾസ് ആൻഡ് റിലീസ് എനർജി ഫ്രം ന്യൂട്രിയൻസ്. അപ്പോൾ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത് സെൽ എന്താണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിൽ മുൻപ് നമ്മൾ പറഞ്ഞത് മൈക്രോസ്കോപ്പ് എന്താണെന്ന് പറഞ്ഞു, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പറഞ്ഞു, ലൈറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ഒരു മൈക്രോസ്കോപ്പിൽ, അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ, ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് പറഞ്ഞു. പിന്നെ ഒരു ഒബ്സർവേഷൻ മെറ്റീരിയൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ സെല്ലിനെ ഡിസ്കവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സെൽ ബയോളജിയിലെ മൈൽ സ്റ്റോൺസ് പറഞ്ഞു, സെൽ തിയറി പറഞ്ഞു, പിന്നെ സെല്ലിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു. ഇത്രയും ആണ് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാം. ദെൻ നമുക്ക് പാർട്ട് 2 നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.